എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം എത്ര വന്നു പിറന്നു സുഹൃത്താൽ, എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി. ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈശ്വരനിൽ നിന്ന് ആ പരമാത്മാവിൽ നിന്ന് ജീവാത്മാവായിട്ട് നമ്മൾ ഇവിടെ വരുന്നത് അദ്ദേഹത്തിൻ്റെ ലീലയാണ്, ആഗ്രഹമാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ ആഗ്രഹത്തിൻ്റെ ഒരു രൂപം നമുക്ക് കാണിച്ചു തന്നതാണ് ഈ വരികളിൽ തെളിഞ്ഞത്. അപ്പോൾ ഈശ്വരനാമം ജപിക്കാനായിട്ടാണ് ഈശ്വരനിൽ നിന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈശ്വരനാമം കൊണ്ടേ നമുക്ക് ഗതി ലഭിക്കുകയുള്ളൂ. ഗതി എന്ന് വെച്ചാൽ മാർഗം എന്ന് വെച്ചാൽ തിരിച്ച് എങ്ങനെയാണോ കടലിലെ ജലം കടലിൽ ചെല്ലുന്നത് അതുപോലെ പരമാത്മാവിലേക്ക് ചെന്നെത്തുവാനുള്ള ഒരു രൂപകൽപ്പനയാണ് ഈ വരികളിൽ കണ്ടത്. നമ്മൾ ഇനി കാണുന്നത് ഈശ്വരൻ്റെ രൂപമായ ഗുരുവിൻ്റെ അനുഗ്രഹം നമ്മിൽ തെളിഞ്ഞു വരണം. ഇതിന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അഭേദാനന്ദ സ്വാമികൾ ഇവിടെ ബാലനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് വേലായുധൻ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം പഠിച്ചിരുന്നത് SMV സ്കൂളിലാണ്. SMV എന്ന് പറയുമ്പോൾ ഇന്നത്തെ വഞ്ചൂരത്തെ കോടതിയായിരുന്നു. അതിനടുത്തായിട്ടാണ് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ ഉണ്ടെന്നറിഞ്ഞ് സ്കൂളിൽ പഠിച്ചിരുന്ന ബാലനായ വേലായുധൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്ക് വളരെ സന്തോഷത്തോടെ കാത്തിരുന്നു. മകനെ കാത്തിരിക്കുന്ന അച്ഛൻ്റെ പ്രതീതിയാണ് ഗുരുനാഥനിൽ കണ്ടത്. അടുത്ത് വിളിച്ച് തൻ്റെ മടിയിലിരുത്തിയിട്ട് താൻ കഴിച്ചുകൊണ്ടിരുന്ന ആ ചുട്ട മരിച്ചിനെ അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹത്തെ തലോടുകയും ചെയ്തു. എങ്ങനെയാണോ രാമകൃഷ്ണദേവൻ വിവേകാനന്ദനെ തൂവൽ സ്പർശനത്തിലൂടെ അറിവ് കൊടുത്തത്, ഗുരു സാന്നിധ്യം തെളിയിച്ചത്, അതുപോലെ ഇവിടെ വേലായുധൻ നേരെ ജ്ഞാനപണ്ഡിതനായി നാമപണ്ഡിതനായി അഭേദാനന്ദ ഗുരുവായി മാറിയ ആ ഒരു തൂവൽ സ്പർശം, ഗുരുവിൻ്റെ കാരുണ്യം. അദ്ദേഹം ഇങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം രാവിലെ അമ്മ എഴുന്നേറ്റ് ലഘുഭക്ഷണം തയ്യാറാക്കാനായിട്ട് അടുപ്പ് കത്തിച്ച്, ഇന്നത്തെ രീതിയല്ല അന്നത്തെ രീതിയാണ്, അടുപ്പ് കത്തിച്ചിട്ട് പെട്ടെന്ന് ഒരു 4-5 ചിരട്ട കൊണ്ടുവന്ന് അടുപ്പിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് എന്തോ ഈ മത്താപ്പ് കത്തുമ്പോൾ കിരുരുരാന്ന് കേട്ട സമയത്ത് വേലായുധൻ എന്നുള്ള നമ്മുടെ ഗുരുനാഥനും അവിടെ എത്തി. ഒന്നും മിണ്ടിയില്ല. ബാക്കി അവിടെ കിടന്ന ചിരട്ടയും എടുത്തുകൊണ്ട് അദ്ദേഹം നേരെ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അമ്മ നോക്കിയപ്പോൾ വരണ്ട ചിരട്ട കണ്ടില്ല, എടുത്തുകൊണ്ട് പോകണുണ്ട്. അപ്പോൾ എന്തെന്ന് വിചാരിച്ചില്ല, എന്താണ് കാര്യം എന്നറിഞ്ഞില്ല. അമ്മ അത് കഴിഞ്ഞ് നേരെ വിളക്ക് കത്തിക്കാനായിട്ട് വന്നു. വിളക്ക് കത്തിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അവിടെ എന്തോ എഴുതിയിരിക്കുന്നു. ഇതെന്താ ഇവിടെ എഴുതിയിരിക്കണേ നോക്കിയപ്പോൾ കരിക്കട്ട വെച്ച് എഴുതിയിരിക്കുന്നു, ഇന്ന് ആഹാരം കഴിക്കുന്നില്ല. കാരണം ഉപയോഗിച്ച ചിരട്ടയിൽ നിറച്ച് എറുമ്പുകളായിരുന്നു, അതൊക്കെ കത്തിപ്പോയി. അതൊരു ദോഷം. അയ്യോ, എൻ്റെ പിള്ള എവിടെ? കാരണം അമ്മ ഗുരുനാഥനെ വിളിച്ചത് പിള്ളയെന്നാണ്. എൻ്റെ പിള്ള എവിടെ? ഓടി അവിടെ എത്രയും നടന്ന് നോക്കിയപ്പോഴത്തേക്ക് വീട്ടിനകത്തൊന്നുമില്ല. നോക്കിയപ്പോൾ പുറത്തായിട്ട് ഒരു മാവുണ്ട്, മാവിൻ്റെ മൂട്ടിൽ പോയി ഇരിക്കുന്നു. അയ്യോ പിള്ള, നീ ഇവിടെ ഇരുന്നാലാ? അമ്മ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. നീ എന്താ കാണിച്ചാൽ? അല്ല, അമ്മയ്ക്കൊരു ദോഷം വരാൻ പാടില്ല. അമ്മ ചെയ്തത് ഇത്രയും ജീവൻ കത്തി നശിച്ചു, അത് ദോഷമാണ്. അതിന് പരിഹാരമാകണമെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് ആഹാരം കഴിക്കുന്നില്ല. ഇവിടെ ഇരുന്ന് എന്നോടൊപ്പം ഇരുന്ന് മന്ത്രം പറഞ്ഞു തരാം, അമ്മ അതുകൂടെ ഏറ്റു പറയുക. എൻ്റെ പിള്ളയെ അമ്മ നെഞ്ചിലടിച്ച് കരയാൻ തുടങ്ങി. അത് കരയേണ്ടതല്ല, സമയമല്ല എന്ന് പറഞ്ഞിട്ട് ഗുരുനാഥൻ മന്ത്രം പറയുകയും അമ്മ പറയുന്നു. പക്ഷെ അത് വ്യക്തമാകുന്നില്ല. കാരണം എന്താണ്? തൊണ്ടയിടറുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ആനന്ദാസ് കൊണ്ടാണോ എന്നറിയില്ല, മകനോടുള്ള ഒരു മമത കൊണ്ടാണോ എന്നറിയില്ല. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. അമ്മ ഏറ്റു പറഞ്ഞു തുടങ്ങി. അപ്പോൾ പറഞ്ഞു, ഇത് ഇത്രയും പോരാ, ഇന്നത്തെ ദിവസം മുഴുവനും അമ്മയും എന്നോടൊപ്പം ഇരുന്ന് ഈ മന്ത്രം ജപിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിള്ളേ എന്ന് മന്ത്രം പറയുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ പിള്ളേ എന്നാണ് അമ്മ പറഞ്ഞു തുടങ്ങിയത്.
ഗുരുനാഥൻ ഓം നമോ നാരായണ ഓം നമോ നാരായണായ എന്നുള്ളത് അങ്ങ് പല ശ്രുതികളിലും അങ്ങ് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. അമ്മ ഇറങ്ങി അടുത്തുള്ള വീടുകളിലേക്ക് ചെന്ന് നടന്ന കാര്യം പറഞ്ഞപ്പോൾ അവരൊക്കെ അവരെ വീട്ടിൽ നിന്ന് എല്ലാവരും ഓടി വന്നപ്പോൾ കൈ കാണിച്ചു എല്ലായിടത്തും അവിടെ ഇരിക്കാൻ. എന്നിട്ട് ഗുരുനാഥൻ പറയുന്ന മന്ത്രം ഏറ്റു ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു നാരായണ മന്ത്രധ്വനി അങ്ങ് അവിടെ മുഴുവൻ നിറഞ്ഞു നിന്നു. പക്ഷേ എല്ലാവർക്കും ഒരു പ്രയാസം. കാരണം എന്താണ്? ആഹാരം കഴിക്കില്ല എന്ന് പറഞ്ഞോ, അമ്മയ്ക്ക് അതാണ് പ്രയാസം. എൻ്റെ പിള്ള ഒന്നും കഴിക്കുന്നില്ല, എന്ത് വേണമെന്നപ്പോൾ ചിലർ കഴിച്ച് അവരോരോ വീട്ടിൽ നിന്നുള്ള ആഹാരം കൊണ്ടുവന്നു, ചിലർ ചെന്ന് പഴങ്ങളൊക്കെ കൂടെ കൊണ്ടുവന്നു. പക്ഷേ ഗുരുനാഥൻ അതിലൊന്നും സ്പർശിക്കുന്നില്ല, മന്ത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അമ്മ വന്ന് തലോടുന്നു, കരയുന്നു, ഏങ്ങുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പിള്ള എന്തെങ്കിലും കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പ്രയാസം വരാതിരിക്കാൻ താൻ പറഞ്ഞ ആ നിർബന്ധ ബുദ്ധി മാറ്റി അമ്മയ്ക്ക് വേണ്ടി. എന്നിട്ട് പറഞ്ഞെന്താണ്? 2 പഴം മാത്രം മതിയെന്ന്. അങ്ങനെ 2 പഴം കഴിച്ചുകൊണ്ട് ആ മന്ത്രം പറഞ്ഞു കൊടുത്തു. എല്ലാവരും പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ഓരോരുത്തരെയായിട്ട് വിളിച്ച് കൊണ്ടുവന്ന ഭക്ഷണം അവിടെ ഇരുന്ന് എല്ലാവർക്കും വീതിച്ച് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞ് എല്ലാവരും കഴിക്കണമെന്ന്. അങ്ങനെ എല്ലാവരും കഴിച്ച് ആ ദിവസം മുഴുവൻ അങ്ങനെ കഴിഞ്ഞു. സന്ധ്യാസമയത്ത് ഇതുപോലെ തന്നെ രാവിലത്തെ പോലെ എല്ലാവരും കൊണ്ടുവന്നതിൽ നിന്ന് 2 പഴം മാത്രം കഴിച്ച് ആ ബ്രഹ്മമുഹൂർത്തം വരെ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നമോ എന്നുള്ള മന്ത്രം അവിടെ മുഴുവൻ അങ്ങനെ പ്രതിധ്വനിച്ച് നിന്നു. ഇത് ഗുരുനാഥൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് കിട്ടിയ ജീവകാരുണ്യ പ്രവർത്തന പദ്ധതിയുടെ ഒരു രാജവീതിയാണിത് ഗുരുനാഥൻ തുടങ്ങി വച്ചത്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? യദ്യതാചരി ശ്രേഷ്ഠ തത്വദേവോ ഇതരോ ജനാഹ. ഒരിക്കൽ അണിയൂരെന്നാണ് തോന്നുന്നത്, ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ ചട്ടമ്പിസ്വാമികൾ വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ബ്രാഹ്മണ കുടുംബം വന്ന് അദ്ദേഹത്തെ നമിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അപ്പോൾ അവിടെ നിന്ന് ചിരിച്ചു. നിങ്ങളെ സഹായിക്കാൻ അമ്മയോടത്ത് പറയുക. അപ്പോൾ അതല്ല, അവിടത്തെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താ കാര്യമെന്ന് കേട്ടപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഇല്ലത്തിലേക്കൊന്ന് വരണം. എന്തേ കാര്യം? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഒരു ആഹാര സാധനങ്ങളും വയ്ക്കാൻ സാധിക്കുന്നില്ല, അതിലെല്ലാം എറുമ്പിൻ്റെ ശല്യം. അത് അവിടെ നിന്ന് വിചാരിച്ചാൽ മാറ്റാൻ പറ്റും, അവിടെ കൊണ്ട് കഴിയുന്ന കാര്യമാണ്. അങ്ങനെയോ? എങ്കിൽ വരിൻ എന്ന് പറഞ്ഞ് സ്വാമികൾ ആ മരച്ചുവട്ടിൽ നിന്ന് ഇറങ്ങുകയും ഇവരോടൊപ്പം വന്നപ്പോൾ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ കുതിരവണ്ടിയിലാണ് വന്നത്, അതിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കുതിരവണ്ടിയിൽ അവരോടൊപ്പം ചെന്ന് അവരുടെ ഗൃഹത്തിലേക്ക് കയറുകയും കുറച്ച് പറമ്പ് കഴിഞ്ഞ് അഗ്രഹാരത്തിനകത്ത് ചെന്നിട്ട് അകത്തളത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ചട്ടമ്പിസ്വാമികൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുറച്ച് പൊടിഞ്ഞതായിട്ടുള്ള പച്ചരി ഒരു തട്ടത്തിലായിട്ട് കൊണ്ടുവരുവാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ഗുരുനാഥൻ പത്മാസനത്തിലിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കൊണ്ടുവന്ന പൊടിഞ്ഞ പച്ചരിയെ തൻ്റെ മുമ്പിൽ വയ്ക്കാൻ പറഞ്ഞു. ആ തട്ടത്തോടു കൂടി വച്ചു. അപ്പോൾ പറഞ്ഞു, എല്ലാവരും വന്ന് 2 വശത്തായിട്ട് മാറിയിരുന്നോളാൻ പറഞ്ഞു. അവരങ്ങനെ ഇരിക്കുകയും സ്വാമികൾ ചുണ്ടിങ്ങനെ അനക്കുന്നതായിട്ട് കണ്ടു. അവർ എന്താണ് മന്ത്രം എന്താണെന്നുള്ളത് സ്വാമിക്ക് അറിയാവും. ഇവരിങ്ങനെ തൊഴുകൈകളോട് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴേ കാണാം, 2 നിമിഷം കഴിഞ്ഞില്ല, നോക്കിയപ്പോഴത്തേക്ക് വരിയായിട്ട് മിലിറ്ററി ചിട്ടയിൽ വരും പോലെ ആ വീട്ടിൻ്റെ 3 ഭാഗത്തു നിന്നും എറുമ്പുകൾ വരിയായിട്ട് വന്ന് സ്വാമിയുടെ അടുത്ത് വന്ന് കുറേ എറുമ്പുകളായി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാമികൾ കൈ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു തട്ടത്തിലേക്ക് കാണിച്ചപ്പോൾ ഓരോ എറുമ്പുകളായിട്ട് വന്നിട്ട് അതിൽ നിന്ന് ഓരോ അരിയുടെ കഷണം കടിച്ചെടുത്തുകൊണ്ട് നേരെ സ്വാമിയുടെ അടുത്ത് വന്നപ്പോൾ സ്വാമി 2 കൈയിലെയും ചൂണ്ടുവിരലിങ്ങനെ തറയിലേക്ക് ഊന്നി. എറുമ്പുകൾ ഓരോന്നായിട്ട് ഈ വിരലിൽ കൂടെ കയറി സ്വാമിയുടെ ദേഹത്തേക്ക് നിറഞ്ഞു. ഇപ്പോൾ നോക്കിയാലും ഒരു എറുമ്പ് പുതിയ കുപ്പായം പോലെയായി. എറുമ്പ് മാത്രമല്ല, നീറുകളും വന്നു. വെളിയ മാവിലത്തിലേക്ക് നീറുകൾ പോലും വന്ന് സ്വാമിയുടെ ദേഹം മുഴുവൻ നിറഞ്ഞപ്പോൾ സ്വാമികൾ പതുക്കെ കൈകൾ ഊന്നിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ചുവട് വെച്ച് ആ അഗ്രഹാരത്തിന് വെളിയിലുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ട് വീണ്ടും കൈകൾ അതുപോലെ വെച്ച സമയത്ത് എങ്ങനെയാണോ സ്വാമിയുടെ ദേഹത്തിലേക്ക് അവർ കയറിയത് അതുപോലെ വരിയായിട്ട് പതുക്കെ ഇറങ്ങി. നോക്കണേ, അവർക്കുള്ളൊരു അനുസരണ. കൂടെയുള്ള ശിഷ്യരോ നേരെ തിരിയും. ഇതാണ് ജീവകാരുണ്യത്തിൻ്റെ മഹത്തായ ഒരു അനുഭൂതി. കാരണം അവർക്ക് മനസ്സിലാകും എന്താണെന്നുള്ളത്. നമ്മൾ ഗുരുനാഥനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ നിൽക്കും. അതാണ് നമുക്കുള്ളൊരു ദോഷം. അങ്ങനെ എറുമ്പുകൾ ഓരോന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭഗവാൻ എന്തോ ഇങ്ങനെ മന്ത്രിക്കുന്ന കണ്ടു. അപ്പോൾ അദ്ദേഹത്തെ ഹൃദയങ്ങൾ കേട്ടു, എന്താണാവോ? അപ്പോൾ പറഞ്ഞു, ഇവർക്ക് നിങ്ങൾ
ആഹാരം കൊടുത്തില്ല. ആഹാരം കൊടുക്കാത്തതുകൊണ്ടാണ് അവരുടെ ജോലി ചെയ്തതാണ്. ആഹാരം അന്വേഷിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഉള്ള ആഹാരം അവരവർക്ക് വേണ്ടതേ അവരെടുക്കുള്ളൂ. അതിൽ കൂടുതലില്ല. നമ്മളെപ്പോലെ ഫ്രിഡ്ജിലേക്ക് ഒരാഴ്ചക്കുള്ള ആഹാരം ശേഖരിച്ച് വയ്ക്കുന്ന രീതിയിൽ ജീവികൾക്ക് ആർക്കും ഇല്ല, മനുഷ്യൻ ഒഴിച്ചു. അതുകൊണ്ട് അവരുടെ ആഹാരം കിട്ടുമ്പോൾ അവ തിരിച്ചു പോകും. അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ കെട്ടിടത്തിൻ്റെ പുറത്തായിട്ട് അരി പൊടിച്ചിട്ട് അത് വെച്ച് നിങ്ങളത് നിറച്ചിങ്ങനെ കലാപരമായിട്ടിടുക. അതിലൂടെ ഇവർക്ക് ആഹാരം കിട്ടുകയും ചെയ്യും. രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ അരി പൊടിച്ചിട്ട് എന്തെങ്കിലും മന്ത്രങ്ങളോ ഓമോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മണ്ണിലിങ്ങനെ ഈ അരി കൊണ്ട് ഇങ്ങനെ ഇടുക. ഇത് ഭൂതയജ്ഞമാണ്. ആഹാരം പ്രകൃതിയിലെ എല്ലാവർക്കും കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു ബ്രാഹ്മണർക്കും ഈ പറയുമാതിരി നമ്മൾ ജലത്തിൽ കൂടെ എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നു. അറിയാമോ? അപ്പോൾ അവരോ ഞങ്ങൾക്കത് അറിയില്ല. അതാണ് ത്രിസന്ധികളിൽ നടത്തുന്ന ജലതർപ്പണം. ജലമെടുത്ത് ഗായത്രി പറഞ്ഞ് വരുണന് കൊടുക്കുമ്പോൾ വരുണൻ്റെ കൂടെയുള്ള എല്ലാ ജലത്തിൽ ഏതൊക്കെയുണ്ട് ജലാശയം എല്ലാത്തിനും മന്ത്രത്തിലൂടെ അന്നദാനം കൊടുക്കുന്ന ആ ഒരു പ്രവണത പഠിപ്പിച്ചതും ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ എല്ലാവർക്കും ആഹാരം കൊടുക്കുക എന്നുള്ള രീതിയിൽ നിങ്ങളിങ്ങനെ അതിൽ നിന്നാണ് ഒരു പക്ഷേ കോലം എന്നുള്ളത് തുടങ്ങിയതെന്നും ബുദ്ധമതമുണ്ട്. അങ്ങനെ അരി പൊടി വെച്ച് വീടുകളിൽ അലങ്കാരമായി ഇടുകയും ഈ അരികൾ കുറേ ചെറുമ്പോൾ കൊണ്ട് പൊയ്ക്കോളും. അതുകൊണ്ട് അവ വീട്ടിനകത്ത് കയറുന്നില്ല. ഇന്നിപ്പോൾ കോലം വരച്ചാലും അത് കോലപ്പൊടിയാണ്, അതിലത്രയും കെമിക്കലാണ്. അതാണ് പാവങ്ങൾക്ക് അത് വേണ്ടാത്തത്. അപ്പോൾ അങ്ങനെ ഭൂതദയ ജീവകാരുണ്യം കാണിച്ചു തന്ന ആ മഹാപ്രഭുവിൻ്റെ ചരണങ്ങളിൽ എൻ്റെ ഈ ശബ്ദങ്ങളാകുന്ന അന്ന നൈവേദ്യം നിവേദിക്കുന്നു. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.